നേരം വെളുക്കുന്നതിന് മുമ്പ് കൂവിയ കൊന്നുകളയും പന്നി. ഈശ്വര, നല്ലൊരു കണി കാണിക്കണേ. CJP ഞാൻ പേഴ്സണലി കാണുന്നത് ഒരു ലോകാവസാനത്തിന്റെ അടയാളം ഇസ്ലാമിൽ 6-ാമത്തെയോ 7-ാമത്തെയോ ദാബത്തുൽ അർള് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോൺസെപ്റ്റിനെ പറ്റി ഡിസ്കസ് ചെയ്യുന്നത്. ബീസ് ഫ്രം എർത്ത് ലൈക്ക് കോക്രോച്ചസ്, ലൈക്ക് ഇൻസെക്ട്സ്. ഇത് കണിയല്ല, കെണിയാ. And that's deeply connected to Islam, even Solomon, Sulaiman. And as far as I'm concerned, as a deep religious Muslim, I see it as a sign of end times. That's what I feel like. അപ്പോൾ ഇതിൽ അംജദ് എന്ന് പറയുന്ന ഒരു ചങ്ങാതിയാണ് ഇപ്പോൾ താരമായി മാറിയിരിക്കുന്നത്. ലോകം കണ്ട ലണ്ടനിൽ വെച്ച് മണ്ടനായ എനിക്ക് ശേഷം ആ താരം തട്ടിയെടുക്കാൻ വേണ്ടിയുള്ള വളരെ വളരെ കഷ്ടപ്പെട്ട, വളരെ അതിരൂക്ഷമായ മത്സരം, പൊരിഞ്ഞ പോരാട്ടം എന്നൊക്കെ പറയില്ല, അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. മദ്രസ പൊട്ടൻ വേഴ്സസ് ലണ്ടൻ മണ്ടൻ, അതാണ് ഇവിടെ നടക്കുന്നത്. ആ ലെവലിലാണ് മത്സരം. ഇദ്ദേഹം അംജദ് എന്ന് പറയുന്ന ആൾ നമ്മളുടെ ഈ പ്രൊട്ടസ്റ്റ് നടക്കുന്ന വേദിയിലേക്ക് ചെല്ലുന്നു. ഇവനെ തപ്പിപ്പിടിച്ച് മനോരമ അവിടെ എത്തുന്നു. മനോരമ ഒരു ബൈറ്റ് എടുക്കുന്നു. ബൈറ്റ് വൈറൽ ആകുന്നു. വൈറലായപ്പോൾ അവിടെ വലിയ ചർച്ചയാകുന്നു. അവസാനം അത് മുക്കുന്നു. ഇതാണ് സംഭവിക്കുന്നത്. മോദി ഇറങ്ങണം, നരേന്ദ്ര ലൈക്ക് എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ഇറങ്ങണം. That's how we need. As Abhijit sir is doing a strike forward, and we have kept that the resignation of Narendra Modi as well. How is it possible? Can a human do injustice this much, and how can he sit over there? He wears a suit which is made of gold with our money. That's not fair. The two family attached to the bathroom, your family's food and accommodation. What do you mean? People living in under rubble, and not rubble, under waste, sewage just near it. That should be cured. And we have to not just focus on the ugly politics that Israel like handling affairs with Israel. That's the main blunder that Modi government follows. That's what I have to say. സോറി, ഒരു ഗ്യാപ്പ് കണ്ടപ്പോൾ ഗോൾഡിക്കാൻ നോക്കിയതാ. അതായത് ഇതുപോലെയുള്ള ആളുകൾ ഇത്തരം സമരങ്ങളെ ഹൈജാക്ക് ചെയ്യുക. നമ്മുടെ ഇന്ത്യയുടെ ഒരു ചരിത്രം എടുത്തു കഴിഞ്ഞാൽ സമരങ്ങൾ വിജയിക്കാതെ പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പ്രധാന കാരണം ഇതേപോലെയുള്ള കാക്കമാരുടെ കുത്തിത്തിരിപ്പാണ്. പറഞ്ഞിട്ടില്ല. അതിപ്പോൾ CAA പ്രക്ഷോഭം നിങ്ങൾക്കറിയാം. അതിനകത്തേക്ക് അല്ലാഹു അക്ബർ വിളിച്ച് കയറി. അവസാനം ആ സമരവും പൊളിഞ്ഞു. ഏത് സമരം എടുത്ത് നോക്കി, ഡൽഹി കലാപം നമുക്കറിയാം. അത് ഇതേപോലെ ഒരു വലിയ പ്രക്ഷോഭമായിട്ട് തുടങ്ങി. പിന്നെ അവസാനം അത് എന്തായി എന്നുള്ളത് നമുക്കറിയാം. അതിനകത്തേക്കും മതം. അങ്ങനെ ഏത് സമരം, ഇനിയിപ്പോൾ സ്വാതന്ത്ര്യ സമരകാലത്തേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ അവിടെയും അത് തന്നെ. സ്വാതന്ത്ര്യ സമരം പോലും പൊളിച്ചത്, മൊത്തത്തിൽ ആ സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്ന വലിയ സമരം അതുപോലും പൊളിച്ച് അത് ഇന്ത്യ പാകിസ്ഥാൻ വിഭജനത്തിലേക്ക് കൊണ്ടെത്തിച്ച്, അപ്പുറത്ത് സ്വാതന്ത്ര്യം നേടാൻ വേണ്ടി ഫൈറ്റ് ചെയ്യുമ്പോൾ ഇപ്പുറത്ത് ഇന്ത്യ പാകിസ്ഥാൻ പ്രശ്നമാക്കിയിട്ട് അതിനെ മാറ്റി അവിടെയും അതിനകത്ത് കുത്തിത്തിരിപ്പ് നടത്തിയത് ആരാണ്? നമ്മുടെ സ്വന്തം മദ്രസ പൊട്ടന്മാരാണ്. ഒന്നുകുട്ടി, ഒരു സമരം, വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം, നീറ്റ് സമരത്തിൽ അതിൻ്റേതായിട്ടുള്ള ഒരു സീരിയസ്നെസ് ഉണ്ട്. ആ സീരിയസ്നെസ് നഷ്ടപ്പെടുത്തുന്ന രീതിയിലേക്ക് ഇതിനെ റാഞ്ചിക്കൊണ്ടുവരുന്ന പല ആശയങ്ങളുണ്ട്. ഉമർ ഖാലിദിനെ റിലീസ് ചെയ്യുക, 370 അവിടെ റീഇൻസ്റ്റേറ്റ് ചെയ്യണമെന്ന് പറയുക, അതേപോലെ FCRA ഭേദഗതി തടയണമെന്ന് പറയുക, മോദി രാജിവെക്കണമെന്ന് പറയുക, ഇങ്ങനെ പല പല സാധനങ്ങൾ കുത്തിയിറങ്ങി. അതിൻ്റെ ഇടയിൽ കൂടെ കണ്ട സനാതനധർമ്മം തൊലയട്ടെ എന്ന് വരെ പറയുന്നതൊക്കെയാണ് നമ്മൾ കാണുന്നത്. ഇതേപോലെ ഒരു സമരത്തിൻ്റെ ഇടയിൽ പോയിട്ട് ഇസ്ലാം തൊലയട്ടെ എന്ന് പറഞ്ഞാൽ തീരും ഇതിൻ്റെ പ്രശ്നം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇവിടെ സനാതനധർമ്മം എന്ന് വരെ പറയുന്നത് നമ്മളിവിടെ കാണുകയാണ്. അത് സനാതനധർമ്മ ഫോബിയ ആണെന്ന് ആരും പറയില്ല കേട്ടോ, അത് വേറെ വിഷയം. നിർത്തി അവമാനിക്കുവാണെന്ന്. അപ്പോൾ ഇവിടെ ഈ രീതിയിലേക്കൊക്കെ ഈ നീറ്റുമായിട്ട് ബന്ധമില്ലാത്ത വിഷയങ്ങൾ കൂടി ഇതിനകത്തേക്ക് കുത്തി ഇറക്കി, എന്നിട്ട് ഈ സമരത്തിൻ്റെ യഥാർത്ഥ ലക്ഷ്യത്തെ റാഞ്ചിക്കൊണ്ടുപോയി അതിനെ വളച്ചുകൊണ്ടുപോയി അവരവരുടെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഗതികേട്, ആ ഒരു ദുരവസ്ഥ അത് നമ്മളിവിടെ കാണുമ്പോൾ അതിനെയാണ് നമ്മളിവിടെ ആദ്യമായിട്ട് എതിർക്കുന്നത്. അതിനൊരു ഉദാഹരണമായിട്ട് ഈ അംജദിനെ പോലെയുള്ള ആളുകളുടെ ഇത്തരത്തിലുള്ള മതം കുത്തിയിറക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് വരുമ്പോൾ അത് BJPക്ക് കൂടുതൽ ഹെൽപ്ഫുൾ ആവുകയാണ് ചെയ്യുക. ഞങ്ങൾ അസ്വസ്ഥരാണ്. ഈ വ്യവസ്ഥിതിയിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല. എന്തോ ഞാൻ എന്താ പറഞ്ഞു? അതിന് തന്നാരും വിളിച്ചില്ല. വിളിച്ചു തന്നെയല്ലേ താക്കണത്? എങ്ങനെയാ ആവശ്യത്തെ കാര്യങ്ങൾ ഇടപെടുത്താ പറഞ്ഞു കൊടുക്കണം എന്നെ പറ്റി. വന്ദേ മാതരം, വന്ദേ